എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ക്വിസ് 2026 ഗലാത്യ 2-ാം അധ്യായത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും വിത്ത് ഓപ്ഷനോട് കൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളെല്ലാവരും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗലാത്യ അധ്യായം 2. ഒന്നാമത്തെ ചോദ്യമാണ്, ഗലാത്യ 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? 22, 21, 23, 24. ഉത്തരം 21. രണ്ടാമത്തെ ചോദ്യമാണ്, ഗലാത്യ 2-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? 2, 3, 4, 1. ഉത്തരം 3. മൂന്നാമത്തെ ചോദ്യമാണ്, പൗലോസ് എത്ര വർഷത്തിന് ശേഷമാണ് ജെറുസലേമിലേക്ക് പോയത്? 15, 16, 13, 14. ഉത്തരം 14. നാലാമത്തെ ചോദ്യമാണ്, വിശുദ്ധ പൗലോസ് 14 വർഷത്തിന് ശേഷം ആരോട് കൂടിയാണ് ജെറുസലേമിലേക്ക് പോയത്? യാക്കോബിൻ്റെ കൂടെ, യോഹന്നാൻ്റെ കൂടെ, ബർണബാസിനോട് കൂടെ, തിക്കിക്കോസിൻ്റെ കൂടെ? ഉത്തരം ബർണബാസിനോട് കൂടെ. അഞ്ചാമത്തെ ചോദ്യമാണ്, 14 വർഷത്തിന് ശേഷം ബർണബാസിനോട് കൂടെ വിശുദ്ധ പൗലോസ് എങ്ങോട്ടാണ് പോയത്? റോമിലേക്ക്, ജെറുസലേമിലേക്ക്, യൂദയായിലേക്ക്, കിലിക്കായിലേക്ക്? ഉത്തരം ജെറുസലേമിലേക്ക്. ആറാമത്തെ ചോദ്യമാണ്, ജെറുസലേമിലേക്ക് പോയപ്പോൾ വിശുദ്ധ പൗലോസ് ആരെയാണ് കൂടെ കൊണ്ടുപോയത്? തിമോത്തിയോസിനെ, ശെമയോനെ, അർത്തമോസിനെ, തീത്തോസിനെ? ഉത്തരം തീത്തോസിനെ. ഏഴാമത്തെ ചോദ്യമാണ്, എന്തനുസരിച്ചാണ് വിശുദ്ധ പൗലോസ് പോയത്? ദർശനമനുസരിച്ച്, വെളിപാടനുസരിച്ച്, പ്രവചനമനുസരിച്ച്, വിളി അനുസരിച്ച്? ഉത്തരം വെളിപാടനുസരിച്ച്. എട്ടാമത്തെ ചോദ്യമാണ്, ആരുടെ മുമ്പിലാണ് വിശുദ്ധ പൗലോസ് സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചത്? വിജാതിയരുടെ മുമ്പിൽ, അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, ഭരണാധികാരികളുടെ മുമ്പിൽ? ഉത്തരം അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ. ഒമ്പതാമത്തെ ചോദ്യമാണ്, അവിടുത്തെ പ്രധാനികളുടെ മുമ്പിൽ ആരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷമാണ് സ്വകാര്യമായി അവതരിപ്പിച്ചത്? സമര്യക്കാരുടെ ഇടയിൽ, യഹൂദരുടെ ഇടയിൽ, വിജാതിയരുടെ ഇടയിൽ, പരദേശികളുടെ ഇടയിൽ? ഉത്തരം വിജാതിയരുടെ ഇടയിൽ. പത്താമത്തെ ചോദ്യമാണ്, വിശുദ്ധ പൗലോസ് വിജാതിയരുടെ ഇടയിൽ പ്രസംഗിക്കുന്ന സുവിശേഷം സ്വകാര്യമായി അവതരിപ്പിച്ചു. ഇത് എന്തിനായിരുന്നു? വിശുദ്ധ പൗലോസ് ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ, വിശുദ്ധ പൗലോസിൻ്റെ കഷ്ടപ്പാട് എല്ലാവരും കാണാൻ, വിശുദ്ധ പൗലോസ് സന്തോഷം പങ്കുവയ്ക്കാൻ, വിശുദ്ധ പൗലോസ് സ്നേഹം പങ്കുവയ്ക്കാൻ? ഉത്തരം വിശുദ്ധ പൗലോസ് ഓടിയതും വ്യർത്ഥമാകാതിരിക്കാൻ. 11ാമത്തെ ചോദ്യമാണ്, വിശുദ്ധ പൗലോസിൻ്റെ കൂടെയുണ്ടായിരുന്ന തീത്തോസ് എവിടത്തുകാരനായിരുന്നു? റോമാക്കാരൻ, മാൾട്ടാക്കാരൻ, ഗ്രീക്കുകാരൻ, മക്കതോനിയക്കാരൻ? ഉത്തരം ഗ്രീക്കുകാരൻ. 12ാമത്തെ ചോദ്യമാണ്, തീത്തോസ് ഒരു ഗ്രീക്കുകാരനായിരുന്നിട്ടും എന്തിനു നിർബന്ധിക്കപ്പെട്ടില്ല എന്നാണ് പറയുന്നത്? അടിമത്തത്തിന്, പീഡനത്തിന്, പരിച്ഛേദനത്തിന്, വിചാരണയ്ക്ക്? ഉത്തരം പരിച്ഛേദനത്തിന്. 13ാമത്തെ ചോദ്യമാണ്, വിശുദ്ധ പൗലോസിൻ്റെ എന്തിനെയാണ് ചൂഷണം ചെയ്തത്? യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ, യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ പ്രത്യാശയെ, യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സഹോദര സ്നേഹത്തെ, യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെ? ഉത്തരം യേശുക്രിസ്തുവിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തെ. 14ാമത്തെ ചോദ്യമാണ്, യേശുക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ ചൂഷണം ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് പറയുന്നത്?
പരിച്ഛേദനത്തിന്, അടിമത്തത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന്, ചൂഷണത്തിന്, ബലത്തിന്. ഉത്തരം അടിമത്തത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന്. 15ാമത്തെ ചോദ്യമാണ്, വിശുദ്ധ പൗലോസിനെയും സഹോദരനെയും അടിമത്തത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നതിന് ആരാണ് കടന്നുകൂടിയത്? പരിച്ഛേദനവാദികൾ, വ്യാജ സഹോദരന്മാർ, വിജാതിയർ, അടിമകൾ. ഉത്തരം വ്യാജ സഹോദരന്മാർ. 16ാമത്തെ ചോദ്യമാണ്, വ്യാജ സഹോദരന്മാർ എങ്ങനെയാണ് കടന്നുകൂടിയത്? പരസ്യത്തിൽ, നുഴഞ്ഞ്, രഹസ്യത്തിൽ, സ്നേഹത്തോടെ. ഉത്തരം രഹസ്യത്തിൽ. 17ാമത്തെ ചോദ്യമാണ്, അവർക്ക് ഞങ്ങൾ നിമിഷ നേരത്തേക്ക് പോലും വശപ്പെട്ടില്ല. ആർക്ക്? വിജാതിയർക്ക്, പരദേശികൾക്ക്, വ്യാജ സഹോദരന്മാർക്ക്, കച്ചവടക്കാർക്ക്. ഉത്തരം വ്യാജ സഹോദരന്മാർക്ക്. 18ാമത്തെ ചോദ്യമാണ്, വ്യാജ സഹോദരന്മാർക്ക് വശപ്പെടാതിരുന്നത് എന്ത് നിലനിർത്തേണ്ടതിനാണ് എന്നാണ് പറയുന്നത്? സുവിശേഷത്തിൻ്റെ സന്തോഷം, സുവിശേഷത്തിൻ്റെ സത്യം, സുവിശേഷത്തിൻ്റെ വിശ്വാസം, സുവിശേഷത്തിൻ്റെ കരുണ. ഉത്തരം സുവിശേഷത്തിൻ്റെ സത്യം. 19ാമത്തെ ചോദ്യമാണ്, വ്യാജ സഹോദരന്മാരെക്കുറിച്ച് 2:6 എങ്ങനെയാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? താങ്കൾ എന്തോ ആണെന്ന് ഭാവിക്കുന്നു, തിന്മ നിരോധിക്കുന്നു, മോശമായി പെരുമാറുന്നു, വ്യാജമായി പറയുന്നു. ഉത്തരം തങ്ങൾ എന്തോ ആണെന്ന് ഭാവിക്കുന്നു. 20ാമത്തെ ചോദ്യമാണ്, അവരിൽ നിന്ന് എനിക്ക് കൂടുതലായി ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്നത് ആരിൽ നിന്നാണ്? പീഡകരിൽ നിന്ന്, അടിമകളിൽ നിന്ന്, വ്യാജ സഹോദരന്മാരിൽ നിന്ന്, പരദേശികളിൽ നിന്ന്. ഉത്തരം വ്യാജ സഹോദരന്മാരിൽ നിന്ന്. 21ാമത്തെ ചോദ്യമാണ്, വ്യാജ സഹോദരന്മാർ എന്താണെന്ന് ഞാൻ ഗവനിക്കുന്നില്ല എന്നാണ് വിശുദ്ധ പൗലോസ് പറയാൻ കാരണം? ഇവരെ ഉയർത്തുന്നതുകൊണ്ട്, അഹങ്കാരികൾ എതിർക്കുന്നതുകൊണ്ട്, ദൈവം മുഖം നോക്കുന്നവനല്ലാത്തതുകൊണ്ട്, പരദേശിക്ക് നീതി നടത്തി കൊടുക്കുന്നത് കൊണ്ട്. ഉത്തരം ദൈവം മുഖം നോക്കുന്നവനല്ലാത്തതുകൊണ്ട്. 22ാമത്തെ ചോദ്യമാണ്, പരിച്ഛേദർക്കുള്ള സുവിശേഷം ആർക്കാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? പൗലോസിന്, പത്രോസിന്, യോഹന്നാന്, തീത്തോസിന്. ഉത്തരം പത്രോസിന്. 23ാമത്തെ ചോദ്യമാണ്, അപരിച്ഛേദർക്കുള്ള സുവിശേഷം ആർക്കാണ് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്? യാക്കോബിന്, ബർത്തലോമിയായ്ക്ക്, വിശുദ്ധ പൗലോസിന്, യോഹന്നാന്. ഉത്തരം വിശുദ്ധ പൗലോസിന്. 24ാമത്തെ ചോദ്യമാണ്, എന്താണ് വ്യാജ സഹോദരന്മാർ മനസ്സിലാക്കിയെന്ന് 2:7 വിശുദ്ധ പൗലോസ് പറയുന്നത്? അപരിച്ഛേദർക്കുള്ള സുവിശേഷം നൽകപ്പെട്ടിരിക്കുന്നുവെന്ന്, പരിച്ഛേദർക്കുള്ള സുവിശേഷം, വ്യാജ സഹോദരന്മാർക്കുള്ള സുവിശേഷം നൽകപ്പെട്ടിരിക്കുന്നു, അടിമകൾക്കുള്ള സുവിശേഷം. ഉത്തരം അപരിച്ഛേദർക്കുള്ള സുവിശേഷം വിശുദ്ധ പൗലോസിന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന്. 25ാമത്തെ ചോദ്യമാണ്, പരിച്ഛേദർക്കുള്ള സുപ്രേഷിതത്വം ആരിലൂടെയാണ് നിറവേറ്റുന്നത്? യോഹന്നാനിലൂടെ, തോമസിലൂടെ, പത്രോസിലൂടെ, യാക്കോബിലൂടെ. ഉത്തരം പത്രോസിലൂടെ. 26ാമത്തെ ചോദ്യമാണ്, വിജാതിയർക്ക് വേണ്ടി എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ആരാണ് എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? പരിച്ഛേദർക്കുള്ള പ്രേഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ, യാക്കോബിലൂടെ നിറവേറ്റുന്നവൻ തന്നെ, യോഹന്നാനിലൂടെ നിറവേറ്റുന്നവൻ തന്നെ, തോമസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ. ഉത്തരം പരിച്ഛേദർക്കുള്ള പ്രേഷിതത്വം പത്രോസിലൂടെ നിറവേറ്റുന്നവൻ തന്നെ ദൈവമാണ്. 27ാമത്തെ ചോദ്യമാണ്, യാക്കോബും കേപ്പായും യോഹന്നാനും എന്തായിട്ടാണ് ഗണിക്കപ്പെട്ടിരുന്നത്? സ്നേഹമുള്ളവരായി, കരുതലുള്ളവരായി, നേതൃസ്തംഭങ്ങളായി, മുഖം നോക്കാത്തവരായി. ഉത്തരം നേതൃസ്തംഭങ്ങളായി. 28ാമത്തെ ചോദ്യമാണ്, നേതൃസ്തംഭങ്ങളായി ഗണിക്കപ്പെട്ടിരുന്നവർ ആരൊക്കെ? യാക്കോബും പീലിപ്പോസും ബർത്തലോമിയ, തോമസ് യാക്കോബ് കേപ്പായും, യാക്കോബും കേപ്പായും യോഹന്നാനും, തോമസും യാക്കോബും പീലിപ്പോസും.
ഉത്തരം യാക്കോബും കേപ്പായും യോഹന്നാനും. 29 ചോദ്യമാണ്, എന്താണ് വിശുദ്ധ പൗലോസിനെ ലഭിച്ചിരിക്കുന്നു എന്ന് യാക്കോബും കേപ്പായും യോഹന്നാനും കണ്ടത്? ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സംരക്ഷണം. ഉത്തരം ദൈവത്തിൻ്റെ കൃപ. 30 ചോദ്യമാണ്, ദൈവത്തിൻ്റെ കൃപ വിശുദ്ധ പൗലോസിനെ ലഭിച്ചിരിക്കുന്നു എന്ന് കണ്ട് യാക്കോബും കേപ്പായും യോഹന്നാനും എന്താണ് നീട്ടിത്തന്നു എന്ന് പറയുന്നത്? തങ്ങളുടെ കൂട്ടായ്മയുടെ അനുഗ്രഹം, തങ്ങളുടെ കൂട്ടായ്മയുടെ വാഗ്ദാനം, തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം, തങ്ങളുടെ കൂട്ടായ്മയുടെ നിയമം. ഉത്തരം തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം. തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം ആർക്കൊക്കെയാണ് നീട്ടിത്തന്നു എന്ന് പറയുന്നത്? വിശുദ്ധ പൗലോസിനും തീത്തോസിനും, വിശുദ്ധ പൗലോസിനും തിമോത്തിയോസിനും, വിശുദ്ധ പൗലോസിനും ബാർണബാസിനും, വിശുദ്ധ പൗലോസിനും ക്ലെയോപ്പാസിനും. ഉത്തരം വിശുദ്ധ പൗലോസിനും ബാർണബാസിനും. 32 ചോദ്യമാണ്, തങ്ങളുടെ കൂട്ടായ്മയുടെ വലത്തുകരം നീട്ടിത്തന്നത് പ്രകാരം വിജാതിയരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനമായത് ആര്? വിശുദ്ധ പൗലോസും തിമോത്തിയോസും, വിശുദ്ധ പൗലോസും ബാർണബാസും, വിശുദ്ധ പൗലോസും കേപ്പായും, വിശുദ്ധ പൗലോസും തീത്തോസും. ഉത്തരം വിശുദ്ധ പൗലോസും ബാർണബാസും. 33 ചോദ്യമാണ്, പരിച്ഛേദരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനമായത് ആര്? കേപ്പായും യാക്കോബും യോഹന്നാനും, പൗലോസും യാക്കോബും യോഹന്നാനും, യോഹന്നാനും തോമസും കേപ്പായും, യോഹന്നാനും ബർത്തലോമിയായും കേപ്പായും. ഉത്തരം കേപ്പായും യാക്കോബും യോഹന്നാനും. 34 ചോദ്യമാണ്, ആരെക്കുറിച്ച് ചിന്ത വേണമെന്നാണ് അവർ ഞങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് 2:10 പറയുന്നത്? അടിമകളെപ്പറ്റി, പാവങ്ങളെപ്പറ്റി, പരദേശികളെപ്പറ്റി, വിജാതീയരെപ്പറ്റി. ഉത്തരം പാവങ്ങളെപ്പറ്റി. 35 ചോദ്യമാണ്, അതുതന്നെയാണ് എൻ്റെ തീവ്രമായ താല്പര്യമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത് എന്തിനെ പറ്റിയാണ്? പരദേശികളെപ്പറ്റി ചിന്ത വേണം, വിധവകളെപ്പറ്റി ചിന്ത വേണം, പാവങ്ങളെപ്പറ്റി ചിന്ത വേണം, അടിമകളെപ്പറ്റി ചിന്ത വേണം. ഉത്തരം പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. 36 ചോദ്യമാണ്, ഗലാത്യ 2 അധ്യായത്തിലെ 2 ശീർഷകം എന്ത്? വ്യർത്ഥമോഹങ്ങൾ, അഭിപ്രായ ഭിന്നത, അടിസ്ഥാന മോഹങ്ങൾ, വ്യത്യസ്ത ചിന്തകൾ. ഉത്തരം അഭിപ്രായ ഭിന്നത. 37 ചോദ്യമാണ്, 2:11 കേപ്പ എവിടെ വന്നു എന്നാണ് പറയുന്നത്? കിലിക്കായിൽ, അന്ത്യോക്യായിൽ, റോമായിൽ, പാരീസിൽ. ഉത്തരം അന്ത്യോക്യായിൽ. 38 ചോദ്യമാണ്, കേപ്പ അന്ത്യോക്യായിൽ വന്നപ്പോൾ അവനിൽ എന്താണ് കണ്ടു എന്ന് പറയുന്നത്? വിദ്വേഷം, സ്നേഹം, കുറ്റം, ലാളിത്യം. ഉത്തരം കുറ്റം. 39 ചോദ്യമാണ്, കേപ്പായിൽ കുറ്റം കണ്ടതുകൊണ്ട് വിശുദ്ധ പൗലോസ് എന്താണ് ചെയ്തത്? അവനെ മുഖത്ത് നോക്കി ശകാരിച്ചു, അവനെ മുഖത്ത് നോക്കി ശാസിച്ചു, അവനെ മുഖത്ത് നോക്കി എതിർത്തു, അവനെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തി. ഉത്തരം അവനെ മുഖത്ത് നോക്കി എതിർത്തു. 40 ചോദ്യമാണ്, ഞാൻ അവനെ മുഖത്ത് നോക്കി എതിർത്തു. ആരെ? യാക്കോബിനെ, യോഹന്നാനെ, ബർണബാസിനെ, കേപ്പായെ. ഉത്തരം കേപ്പായെ. 41 ചോദ്യമാണ്, യാക്കോബിൻ്റെ അടുത്ത് നിന്ന് ചിലർ വരുന്നത് വരെ കേപ്പ ആരോടൊപ്പമാണ് ഭക്ഷിച്ചിരുന്നത്? സഹോദരങ്ങളോടൊപ്പം, പരദേശികളോടൊപ്പം, പ്രവാസികളോടൊപ്പം, വിജാതീയരോടൊപ്പം. ഉത്തരം വിജാതീയരോടൊപ്പം. 42 ചോദ്യമാണ്, യാക്കോബിൻ്റെ അടുത്ത് നിന്ന് ചിലർ വന്നു കഴിഞ്ഞപ്പോൾ ആരെ ഭയന്നാണ് കേപ്പ പിന്മാറിക്കളഞ്ഞത്? പ്രവാസികളെ ഭയന്ന്, പരിച്ഛേദിതരെ ഭയന്ന്, അപരിച്ഛേദിതരെ ഭയന്ന്, വിജാതീയരെ ഭയന്ന്. ഉത്തരം
പരിച്ഛേദിതരെ ഭയന്ന്. 43 ചോദ്യമാണ്, അവനോടൊപ്പം ബാക്കി യഹൂദന്മാരും എങ്ങനെയാണ് പെരുമാറിയത്? സന്തോഷമായി, കപടമായി, നീതിപൂർവമായി, സ്നേഹമായി? ഉത്തരം കപടമായി. 44 ചോദ്യമാണ്, അവരുടെ കാപ്പറ്റ്യത്തിൽ ആര് പോലും വഴിതെറ്റിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്? ബാർണബാസ്, തിമോത്തിയോസ്, ലായൂസ്, തീത്തോസ്? ഉത്തരം ബാർണബാസ്. 45 ചോദ്യമാണ്, അവരുടെ പെരുമാറ്റം എന്തുമായി പൊരുത്തപ്പെട്ടില്ല എന്നാണ് 2:14 പറയുന്നത്? പ്രമാണങ്ങളുമായി, സുവിശേഷ സത്യങ്ങളുമായി, സഭയുടെ കൽപ്പനകളുമായി, നിയമങ്ങളുമായി? ഉത്തരം സുവിശേഷ സത്യവുമായി. 46 ചോദ്യമാണ്, സുവിശേഷ സത്യവുമായി പൊരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിശുദ്ധ പൗലോസ് ആരോടാണ് പറഞ്ഞത്? യോഹന്നാനോട്, യാക്കോബിനോട്, ബാർണബാസിനോട്, കേപ്പായോട്? ഉത്തരം കേപ്പായോട്. 47 ചോദ്യമാണ്, യഹൂദനായ നീ യഹൂദനെ പോലെയല്ല. ഇത് ആരോട് പറഞ്ഞു? വിശുദ്ധ പൗലോസ് കേപ്പായോട്, ബാർണബാസ് പൗലോസിനോട്, വിശുദ്ധ പൗലോസ് യോഹന്നാനോട്, വിശുദ്ധ പൗലോസ് യാക്കോബിനോട്? ഉത്തരം വിശുദ്ധ പൗലോസ് കേപ്പായോട്. 48 ചോദ്യമാണ്, ആരെ പോലെ ജീവിക്കുന്നതെങ്കിൽ യഹൂദരെ പോലെ ജീവിക്കാൻ വിജാതിയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് വിശുദ്ധ പൗലോസ് കേപ്പായോട് പറഞ്ഞത്? അടിമയെപ്പോലെ, വിജാതിയനെപ്പോലെ, പരിച്ഛേദിതനെപ്പോലെ, അപരിചിതനെപ്പോലെ? ഉത്തരം വിജാതിയനെപ്പോലെ. 49 ചോദ്യമാണ്, വിജാതിയരെ പോലെയാണ് ജീവിക്കുന്നതെങ്കിൽ ആരെപ്പോലെ ജീവിക്കാൻ വിജാതിയരെ പ്രേരിപ്പിക്കുന്നതിന് നിനക്ക് എങ്ങനെ സാധിക്കുമെന്നാണ് ചോദിക്കുന്നത്? ഗ്രീക്കുകാരനെ പോലെ, യഹൂദരെ പോലെ, സമരിയക്കാരെ പോലെ, കനാന്യരെ പോലെ? ഉത്തരം യഹൂദരെ പോലെ. 50 ചോദ്യമാണ്, ഗലാത്യർ 2 അധ്യായത്തിലെ 3-ാമത്തെ ശീർഷകം എന്ത്? വിശ്വാസത്തിലൂടെ നീതീകരണം, പ്രവൃത്തിയിലൂടെ നീതീകരണം, അടിമത്തത്തിലൂടെ നീതീകരണം, വിജയത്തിലൂടെ നീതീകരണം? ഉത്തരം പ്രവൃത്തിയിലൂടെ നീതീകരണം. 51 ചോദ്യമാണ്, നാം തന്നെ എങ്ങനെ ജനിച്ചവരാണ് എന്നാണ് പറയുന്നത്? യഹൂദരായി, പരിച്ഛേദിതനായി, അടിമകളായി, വിജാതീയനായി? ഉത്തരം യഹൂദരായി. 52 ചോദ്യമാണ്, നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ്, വിജാതിയരിലെ എന്തായിട്ടല്ല എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്? അടിമകളായിട്ടല്ല, കുറ്റമുള്ളവരായിട്ടല്ല, പാപികളായിട്ടല്ല, പരിച്ഛേദിതരായിട്ടല്ല? ഉത്തരം പാപികളായിട്ടല്ല. 53 ചോദ്യമാണ്, എന്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്ന് അറിയാമെന്നാണ് പറയുന്നത്? അനുസരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, നിയമത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ? ഉത്തരം നിയമത്തിൻ്റെ. 54 ചോദ്യമാണ്, നിയമത്തിൻ്റെ അനുഷ്ഠാനത്തിലൂടെയല്ല യേശുക്രിസ്തുവിലൂടെയുള്ള എന്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നത് എന്ന് അറിയാമെന്നാണ് പറയുന്നത്? പ്രത്യാശയിലൂടെ, വിശ്വാസത്തിലൂടെ, സ്നേഹത്തിലൂടെ, കരുണയിലൂടെ? ഉത്തരം വിശ്വാസത്തിലൂടെ. 55 ചോദ്യമാണ്, ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി എന്ത് ചെയ്യേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത്? സ്നേഹിക്കപ്പെടേണ്ടതിന്, നീതീകരിക്കപ്പെടേണ്ടതിന്, അധീനമാക്കപ്പെടേണ്ടതിന്, വിധേയരാക്കപ്പെടേണ്ടതിന്? ഉത്തരം നീതീകരിക്കപ്പെടേണ്ടതിന്. 56 ചോദ്യമാണ്, എന്തുവഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല എന്നാണ് 2:16 പറയുന്നത്? പ്രവർത്തികൾ വഴി, നിയമാനുഷ്ഠാനം വഴി, വിശ്വസ്തത വഴി, കരുണ വഴി? ഉത്തരം നിയമാനുഷ്ഠാനം വഴി. 57 ചോദ്യമാണ്, ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ നമ്മൾ എന്തായി കാണപ്പെട്ടു എന്നാണ് പറയുന്നത്? സന്തോഷമുള്ളവരായി, പാപികളായി, സ്നേഹമുള്ളവരായി, വിദ്വേഷമുള്ളവരായി?
ഉത്തരം പാപികളായി. 58-ാം ചോദ്യമാണ്, നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു പാപത്തിൻ്റെ എന്താണോ എന്നാണ് ചോദിക്കുന്നത്. ഭാഗഭാക്കാണോ, ശുശ്രൂഷകനാണോ, അനുഷ്ഠാനമാണോ, ദാസനാണോ? ഉത്തരം ശുശ്രൂഷകനാണോ. 59-ാം ചോദ്യമാണ്, ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും എന്തു ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കാത്തുസൂക്ഷിക്കുന്നു, രക്ഷിക്കുന്നു, പണിതുയർത്തുന്നു, മെച്ചപ്പെടുത്തുന്നു. ഉത്തരം പണിതുയർത്തുന്നു. 60-ാമത്തെ ചോദ്യമാണ്, ഞാൻ നശിപ്പിച്ചത് ഞാൻ തന്നെ വീണ്ടും പണിതുയർത്തുന്നു എങ്കിൽ ഞാൻ എന്ത് കാണിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഭോഷത്വം, അതിക്രമം, കാപട്യം, അവിശ്വസ്തത. ഉത്തരം അതിക്രമം. 61-ാമത്തെ ചോദ്യമാണ്, ദൈവത്തിനായി ജീവിക്കേണ്ടതിന് വിശുദ്ധ പൗലോസ് എന്തിലൂടെ നിയമത്തിന് മൃതനായി എന്നാണ് പറയുന്നത്. വിശ്വസ്തതയിലൂടെ, വാഗ്ദാനത്തിലൂടെ, കരുണയിലൂടെ, നിയമത്തിലൂടെ. ഉത്തരം നിയമത്തിലൂടെ. 62-ാം ചോദ്യമാണ്, ദൈവത്തിനായി ജീവിക്കേണ്ടതിന് വിശുദ്ധ പൗലോസ് നിയമത്തിലൂടെ നിയമത്തിന് എന്തായി എന്നാണ് പറയുന്നത്. അഭിഷിക്തനായി, ഉടമയായി, മൃതനായി, സ്നേഹമുള്ളവനായി. ഉത്തരം മൃതനായി. 63-ാം ചോദ്യമാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ എന്തായിരിക്കുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. ക്രൂശിതൻ, സ്നേഹഭാചനം, മൃതനായി, ഉടമയായി. ഉത്തരം ക്രൂശിതൻ. 64-ാം ചോദ്യമാണ്, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ഡാഷ് പൂരിപ്പിക്കുക. വളരുന്നത്, ജീവിക്കുന്നത്, പണിയപ്പെടുന്നത്, വിശ്വസിക്കുന്നത്. 65-ാമത്തെ ചോദ്യം ഉത്തരമാണ് ജീവിക്കുന്നത്. 65-ാമത്തെ ചോദ്യമാണ്, എൻ്റെ ഇപ്പോഴത്തെ ജീവിതം എന്ത് ജീവിതം എന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. മഞ്ഞുപോലത്തെ ജീവിതം, ക്ഷണിക ജീവിതം, മിഥ്യാജീവിതം, ഐഹിക ജീവിതം. ഉത്തരം ഐഹിക ജീവിതം. 66-ാം ചോദ്യമാണ്, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ എന്ത് ചെയ്യുകയും ചെയ്ത ദൈവപുത്രൻ എന്നാണ് പറയുന്നത്. ശൂന്യമാക്കുകയും എളിമപ്പെടുത്തുകയും ബലിയർപ്പിക്കുകയും സഹോദരത്തിൽ ഏർപ്പെടുകയും. ഉത്തരം ബലി അർപ്പിക്കുകയും. 67-ാം ചോദ്യമാണ്, എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ എന്ത് ചെയ്തുകൊണ്ടുള്ള ജീവിതമാണ് എന്നാണ് പറയുന്നത്. കരുണ കാണിച്ചുകൊണ്ടുള്ള ജീവിതം, വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം, അനുസരിച്ചുകൊണ്ടുള്ള ജീവിതം. ഉത്തരം വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതം. 68-ാം ചോദ്യമാണ്, ദൈവത്തിൻ്റെ എന്താണ് വിശുദ്ധ പൗലോസ് നിരാകരിക്കുന്നില്ല എന്ന് പറയുന്നത്. ദയ, വിശ്വാസം, കൃപ, സ്നേഹം. ഉത്തരം കൃപ. എന്തിലൂടെയാണ് നീതി കൈവരുന്നു എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നത്. കൃപയിലൂടെ, നിയമത്തിലൂടെ, വാഗ്ദാനത്തിലൂടെ, വിശ്വാസത്തിലൂടെ. ഉത്തരം നിയമത്തിലൂടെ. 70-ാമത്തെ ചോദ്യമാണ്, നിയമത്തിലൂടെ എന്ത് കൈവരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണത്തിന് നീതീകരണം ഒന്നുമില്ല എന്ന് പറയുന്നത്. വിശ്വാസം, നീതി, പ്രത്യാശ, സ്നേഹം. ഉത്തരം നീതി.